പഴയ കാലത്ത് വാപ്പാർക്കും ഉമ്മാർക്കും ഒന്നും വീട്ടിലെ അസുഖങ്ങൾ ഉണ്ടാകൂല. നോക്കുണ്ടിങ്ങൾ ഇന്നത്തെ വല്യപ്പാർക്ക് അതിനൊരു വലിയ കാരണം എന്താ അറിയോ നിങ്ങള്? ചെറിയ കുട്ടികൾ, അഴുക്കൊന്നുമില്ലാത്ത, കയ്യിൽ അഴുക്കൊന്നും പോരല്ലാത്ത ചെറിയ മക്കളില്ലേ, 2, 3, 4, 5, 6 വയസ്സായ കുട്ടികൾ, അവര് കഴുകിയിട്ട് കുറച്ച് കഴിച്ചിട്ട് പിന്നെ അവിടെ ബാക്കിയിടും പാത്രത്തിൽ. ആ പാത്രത്തിലേക്ക് കുറച്ചുകൂടി കൂടുതൽ ഉപയോഗിച്ചിട്ടാണ് ഉമ്മയും ബാപ്പയും ഭക്ഷണം കഴിക്കുക, അല്ലെ? ഇന്നാ ബാക്കി വെച്ച് നേരെ കൊണ്ടുപോയി കൊട്ടും. അപ്പോ കൊട്ടീന്റെ ഫലമായിട്ട് അല്ലാഹു തആല മാസം ഒരു 5000 ചെലവായിക്കോട്ടെ എന്ന് തീരുമാനിച്ചു. അതന്നെ. അപ്പോ ഒരു കണക്കിന് ഷുഗറിന് കുറച്ച് 1000, പ്രഷറിന് മറ്റേത് കുറച്ച്, കൊളസ്ട്രോളിന് വേറെ, പിന്നെ ഇനി എന്താ പറയണ്ടേ, എല്ലാത്തിനും ഓരോ വകുപ്പ്. എന്താ മുമ്പ് എന്തേ രോഗമൊന്നുമില്ല? മുമ്പ് ഇങ്ങനെയൊന്നും ഭക്ഷണം കഴിച്ചിരുന്നത്? നമ്മളൊന്ന് ആലോചിച്ച് നോക്കി, അങ്ങനല്ലേന്ന് ഓരോ വീട്ടിലും ചെയ്തിരുന്നത്. എത്ര വലിയ ആരോഗ്യം ഉണ്ടായിരുന്നു, ബറക്കത്ത്. ആ കുട്ടി ഒരു ബിസ്മില്ലാഹി ചൊല്ലി കഴിച്ചാൽ നല്ല ഭക്ഷണം, കേടൊന്നും വന്നിട്ടില്ല. ആ ഭക്ഷണമാണ് വെറുതെ കൊണ്ടുപോയി കൊട്ടുന്നത്. അതിന് ഹിസാബില്ലേ?